സമൂഹത്തിന്റെ വലിയ കരുതലും പിന്തുണയും വേണ്ടവരാണ് സെറിബ്രൽ പാൾസി ബാധിച്ചവരും മറ്റു വൈകല്യങ്ങളുള്ള കുട്ടികളും. മനുഷ്യത്വമുള്ളവരാരും അവരെ ഉപദ്രവിക്കാൻ മുതിരാറില്ല. എന്നാൽ മലപ്പുറം കാവനൂരിൽ സെറിബ്രൽ പാൾസി ബാധിച്ച കുട്ടിയോട് അയൽവാസിയായ അച്ഛനും മകളും കാണിച്ച ക്രൂരതയെക്കുറിച്ച് അറിയണം. കാവനൂർ വട്ടപ്പറമ്പ് സ്വദേശി കൂന്തല ആബിദാണ് 13കാരനായ മകൻ ഫരീദിനെ അയൽവാസികൾ കയ്യേറ്റം ചെയ്തെന്ന പരാതിയുമായി പോലീസിനെ സമീപിച്ചത്. വഴിത്തർക്കവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളാണ് പരാതിക്ക് പിന്നിലെന്നാണ് അയൽവാസിയായ കണ്ണൻകുട്ടിയുടെ ആരോപണം. ഈ മാസം 12-നാണ് കേസിനാസ്പദമായ സംഭവം. വീട്ടിലേക്കുള്ള വഴിത്തർക്കവുമായി ബന്ധപ്പെട്ട് അയൽവാസിയായ കാവന്നൂർ പിലാക്കണ്ടി കണ്ണൻകുട്ടിയും കുടുംബവുമായി ഫരീദിന്റെ പിതാവ് ആബിദും മറ്റ് സമീപവാസികളും മാസങ്ങളോളമായി തർക്കത്തിലാണ്. ഫരീദിന്റെ വീട്ടിലേക്ക് വാഹനമെത്തുന്ന തരത്തിൽ വഴി വീതി കൂട്ടണമെങ്കിൽ കണ്ണൻകുട്ടിയുടെ സ്ഥലത്തെ മതിലിന്റെ വീതി കുറയ്ക്കണം. എന്നാൽ ഈ ആവശ്യത്തോട് അവർ സഹകരിച്ചിരുന്നില്ല. ഇതേ ചൊല്ലി തർക്കവുമുണ്ടായിരുന്നു. മതിൽ പൊളിക്കുന്നതിനെതിരെ കണ്ണൻകുട്ടിയുടെ കുടുംബം കോടതിയിൽ നിന്നും അനുകൂല ഉത്തരവ് വാങ്ങിയിരുന്നു. തുടർന്ന് രാത്രി തന്നെ ഇവർ മതിൽ പൊളിച്ച് അതിന്റെ കുറ്റം ആബിദിനും മറ്റ് അയൽവാസികൾക്കും മേൽ ആരോപിക്കുകയായിരുന്നുവെന്നാണ് കണ്ണൻകുട്ടിക്ക് മേലെയുള്ള ആക്ഷേപം. ഇതിനെ തുടർന്നുണ്ടായ തർക്കത്തിനിടെ കണ്ണൻകുട്ടിയുടെ കുടുംബം ഫരീദിനെ കയ്യേറ്റം ചെയ്യുകയും തള്ളിയിടുകയും ചെയ്തുവെന്നാണ് പരാതി. ഈ മതില് അവരുതല്ല, പൊളിക്കാൻ സമ്മതിക്കാത്ത ടീമിന്റെ അല്ല മതിൽ നമ്മളിപ്പോൾ ആ ഹിന്ദുസിന്റെ ആൾക്കാരിന്റെ മതില് ഓൾക്ക് പൊളിക്കാൻ സമ്മതമാണ്. അപ്പം അത് പൊളിക്കാൻ താലൂക്കാർ വന്നു. താലൂക്കാർ വന്നപ്പോൾ താലൂക്കാർ ഒരാട്ടി വിട്ട് ഇവിടെ ആ ദേഷ്യം അവിടെ നിന്ന് ഇറങ്ങി വന്ന ആ ദേഷ്യത്തിൽ കുട്ടീനെ ഉന്തിയതാണ്. അവിടെ കുട്ടി മറിഞ്ഞു വീണു. പിന്നെ വല്ല് പൊട്ടി, താടിയലിന് പൊട്ടുണ്ട്, പിന്നെ ചെവിയിൽ ചോര വന്നിരുന്നു. പിന്നെ ഡോക്ടർ 2-3 ഡോക്ടർമാരെ കാണിച്ചു. നമ്മൾ കള്ളം പറയില്ല, ഡോക്ടർമാരാണ് റിപ്പോർട്ട് ചെയ്തത്. അപ്പോൾ അതൊക്കെ റിപ്പോർട്ട് ചെയ്ത് ഞങ്ങൾ അവിടെ നിന്ന് തന്നെ പോലീസിനെ വിളിച്ചതും ഡോക്ടറാണ്. ഡോക്ടറെ വിളിച്ച് പോലീസ് വന്നു, അത് കേസാക്കി. അരീക്കോട് ഗവൺമെന്റ് ആശുപത്രിയിൽ നടത്തിയ പരിശോധനയിൽ ഫരീദിന്റെ പല്ലുകൾക്ക് പരിക്കും താടിയിൽ ചതവും കണ്ടെത്തി. ഇക്കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടി ഇവർ അരീക്കോട് പോലീസിന് പരാതി നൽകി. അവൻ ഇവിടെ കളിച്ചുകൊണ്ട് ഇരിക്കേനെ, അവനിങ്ങനെ ഇരുന്നും വാക്കർമൽ നടന്നു ഇങ്ങനെ പോണ ആളാണ്. അപ്പോൾ ഇരുന്ന് ഇരിക്കേനെ. അതിൻ്റെ ഇടയിൽ നിങ്ങൾ ഇവനും കൊണ്ടാണ് ഈ റോഡിനും വേണ്ടി പായണേ ഒക്കെ പറഞ്ഞാണ്ട് ഇവൻ്റെ ഇതിലാണ് നിങ്ങൾ ഈ റോഡിനും വേണ്ടി പായണത് പറഞ്ഞാണ്ട് ഇവൻ്റെ ഇതാണ് പറഞ്ഞാണ്ട് അവനെ പൊക്കിയാണ്ടാണ് ഇട്ടപ്പം അങ്ങനെ ഇട്ടതിൽ പൊട്ടി, പല്ലൊക്കെ പൊട്ടിയതാണ്. എന്നാൽ ഈ ഉയർന്ന ആരോപണങ്ങൾ കണ്ണൻകുട്ടി നിഷേധിക്കുന്നു. ഫരീദിനെ ആക്രമിച്ചിട്ടില്ല എന്നും മതിൽ പൊളിച്ചത് പരാതിക്കാർ തന്നെയാണെന്നുമാണ് കണ്ണൻകുട്ടി പറയുന്നത്. ഞങ്ങൾ ജീവിതത്തിൽ ഒരിക്കലും പ്രതീക്ഷിക്കാതെ വിചാരിക്കാതെ മനസ്സുകൊണ്ടും ആ നിമിഷം വരെ ചിന്തിക്കാത്ത ഒരു കാര്യം പെട്ടെന്ന് കേട്ടപ്പോൾ ഞങ്ങൾ തന്നെ മാനസികമായിട്ടൊരു തകർച്ചയിലപ്പം നിൽക്കുന്നത്. മനസ്സിലായോ? ഇത് നമ്മൾ പ്രതീക്ഷിക്കാത്തും കരുതാത്തും ചെയ്യാത്തൊരു പ്രവൃത്തി പെട്ടെന്ന് കേൾക്കുമ്പോഴേ ആ കാര്യത്തിന് ഞാൻ ബുദ്ധിമുട്ടുണ്ട്. ഞങ്ങൾ ആ പരിപാടി ചെയ്തിട്ടില്ല, അവർക്ക് പോയിട്ടില്ല, അവരെ വീട്ടിലേക്ക് പോകാൻ തന്നെ ബുദ്ധിമുട്ടാണ്. അപ്പൊ അതുകൊണ്ട് ഞങ്ങളത് ചെയ്തിട്ടില്ല. അത് ഞങ്ങൾക്ക് നിങ്ങളോട് ആ കാര്യത്തിനെ പറ്റി പറയാനുള്ളൂ. ഫരീദിന്റെ ഉമ്മ മുനീറയുടെ പരാതിയിൽ കണ്ണൻകുട്ടിക്കും കുടുംബത്തിനുമെതിരെ IPC 345, 321, 34 വകുപ്പുകൾ പ്രകാരം കേസെടുത്ത അരീക്കോട് പോലീസ് മറ്റു നടപടികൾ അന്വേഷണം നടത്തിയ ശേഷമേ കൈക്കൊള്ളാൻ കഴിയൂ എന്ന നിലപാടിലാണ്. അതേസമയം സംഭവത്തിൽ മുഖ്യമന്ത്രിക്കും ഭിന്നശേഷി കമ്മീഷണർക്കും ശിശുക്ഷേമ വകുപ്പിനും പരാതി നൽകി നിയമപരമായി മുന്നോട്ട് പോകാനാണ് ഫരീദിന്റെ കുടുംബം തീരുമാനിച്ചിരിക്കുന്നത്. ന്യൂസ് 18 മലപ്പുറം.